നമസ്കാരം. ഇന്നത്തെ വീഡിയോയിലേക്ക് ഏവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. ഏവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ വീഡിയോ പൊന്നുണ്ണി വിഷ്ണുമായ സ്വാമിയെക്കുറിച്ചുള്ളതാണ്. പൊന്നുണ്ണി വിഷ്ണുമായ സ്വാമിയെ ഭജിക്കേണ്ടത് എങ്ങനെയെന്നും പൊന്നുണ്ണി വിഷ്ണുമായ സ്വാമിയെ ഭജിച്ചാലുണ്ടാകുന്ന ഗുണങ്ങളെപ്പറ്റിയും പൊന്നുണ്ണി വിഷ്ണുമായ സ്വാമിയുടെ ജന്മ ഉദ്ദേശത്തെപ്പറ്റിയും ഒക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. കേരളത്തിൻ്റെ വിശ്വാസ സംസ്കാരത്തിൽ വിളിച്ചാൽ വെളിപ്പുറത്തെത്തുന്ന ദൈവമായി ഭക്തലക്ഷങ്ങൾ നെഞ്ചിലേറ്റുന്ന നാമമാണ് ശ്രീ വിഷ്ണുമായ സ്വാമി. ആപത്തുകളിൽ തുണയായും ശത്രുദോഷങ്ങളിൽ നിന്ന് രക്ഷകനായും നിലകൊള്ളുന്ന ഈ ശക്തിപുത്രൻ ആരാണ്? അദ്ദേഹത്തിൻ്റെ ജനനത്തിന് പിന്നിലെ വിസ്മയിപ്പിക്കുന്ന കഥ എന്താണ്? പലരും ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ് വിഷ്ണുമായ സ്വാമിയെ എങ്ങനെയാണ് ഭവനങ്ങളിൽ പൂജിക്കേണ്ടത് എന്ന്. ഇന്നത്തെ ഈ വീഡിയോയിൽ വിഷ്ണുമായ സ്വാമിയുടെ ഐതിഹ്യത്തെക്കുറിച്ചും ആരാധനാ ക്രമങ്ങളെക്കുറിച്ചും വളരെ വിശദമായി നാം ചർച്ച ചെയ്യുന്നു. ഈ വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കണേ. വിഷ്ണുമായ സ്വാമിയുടെ ജനനം തികച്ചും അത്ഭുതകരമാണ്. ഒരിക്കൽ കൈലാസനാഥനായ പരമശിവൻ വനത്തിലൂടെ നായാട്ടിനായി സഞ്ചരിക്കുമ്പോൾ പാർവതി ദേവിയുടെ അംശമായ ഹൂളിവാക എന്ന വനകന്യകയെ കാണാനിടയായി. വിഷ്ണു ഭഗവാന്റെ മായയാൽ രൂപപ്പെട്ട ഈ സന്ദർഭത്തിൽ അവർക്കൊരു പുത്രൻ ജനിച്ചു. വിഷ്ണുവിൻ്റെ മായയാൽ ജനിച്ചവനായതുകൊണ്ടാണ് വിഷ്ണുമായ എന്ന പേര് അദ്ദേഹത്തിന് ലഭിച്ചത്. ജനിച്ച ഉടനെ കൈലാസത്തിലെത്തിയ ബാലനെ പാർവതി ദേവി അതിയായ വാത്സല്യത്തോടെ സ്വീകരിച്ചു. ഗണപതിക്കും സുബ്രഹ്മണ്യനുമൊപ്പം തൻ്റെ സ്വന്തം മകനായിട്ടാണ് ദേവി വിഷ്ണുമായയെ വളർത്തിയത്. അതിനാൽ തന്നെ മാതാപിതാക്കളുടെ എല്ലാ ശക്തിയും അനുഗ്രഹവും സ്വാമിയുടെ കൂടെ തന്നെയുണ്ട്. എന്തിനായിരുന്നു ആ അവതാരം? ലോകത്തിലെ തിന്മയെ നിഗ്രഹിക്കാനും അധർമ്മം പ്രവർത്തിക്കുന്നവരെ പാഠം പഠിപ്പിക്കാനുമാണ് സ്വാമി അവതരിച്ചത്. ചാത്തന്മാരുടെ നായകനായാണ് വിഷ്ണുമായയെ അറിയപ്പെടുന്നത്. സ്വാമിയുടെ രൂപം തന്നെ ഭക്തർക്ക് ധൈര്യം നൽകുന്ന ഒന്നാണ്. പോത്തിൻപുറത്തേറി കൈകളിൽ ഗദയും വടിയുമേന്തി ശത്രുക്കളെ ഭയപ്പെടുത്തുന്ന രൂപത്തിലാണ് ഭഗവാൻ നിലകൊള്ളുന്നത്. കലിയുഗത്തിലെ ഭക്തരുടെ സങ്കടങ്ങൾ കേൾക്കാനും കുടുംബത്തിലെ ദോഷങ്ങൾ അകറ്റാനും സ്വാമിക്ക് പ്രത്യേക കഴിവുണ്ട്. പ്രത്യേകിച്ച് ശത്രുദോഷം, കണ്ണേറ്, കുടുംബത്തിലെ തടസ്സങ്ങൾ എന്നിവ മാറ്റാൻ വിഷ്ണുമായ സ്വാമിയുടെ കടാക്ഷം മാത്രം മതി എന്നാണ് വിശ്വാസം. വിഷ്ണുമായ സ്വാമിയെ ആരാധിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം ശുദ്ധിയും ഭക്തിയുമാണ്. മനസ്സിനും ശരീരത്തിനും പൂർണ്ണമായ ശുദ്ധി വേണം. സ്വാമിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് ചുവന്ന തെച്ചിപ്പൂക്കളും ചെമ്പരത്തിയുമാണ്. ഇത് സമർപ്പിക്കുന്നത് വേഗത്തിൽ ഫലം നൽകുകയും ചെയ്യും. ശർക്കര പായസമോ അവലോ സ്വാമിക്ക് നിവേദിക്കാവുന്നതാണ്. ദിവസവും രാവിലെയും വൈകുന്നേരവും ഭവനങ്ങളിൽ വിളക്ക് കൊളുത്തി ഓം നമോ വിഷ്ണുമായായ വിശ്വരൂപായ നമഃ എന്ന മന്ത്രം 108 തവണ ജപിക്കുന്നത് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും. സ്വാമി ഭക്തവത്സലനാണ്. ആഡംബരങ്ങളെക്കാൾ അദ്ദേഹം ഇഷ്ടപ്പെടുന്നത് ഭക്തൻ്റെ സത്യസന്ധമായ പ്രാർത്ഥനയാണ്. കേരളത്തിൽ തൃശ്ശൂർ ജില്ലയിലെ പെരിങ്ങോട്ടുകര പോലുള്ള പുണ്യ സങ്കേതങ്ങളിലെത്തി ദർശനം നടത്തുന്നത് വിഷ്ണുമായ സ്വാമിയുടെ അനുഗ്രഹം പൂർണ്ണമായും ലഭിക്കാൻ സഹായിക്കും. പല ഭക്തരും സാക്ഷ്യപ്പെടുത്തുന്നത് തങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ തടസ്സങ്ങൾ സ്വാമിയുടെ നടയിലെത്തിയപ്പോൾ മാറിപ്പോയി എന്നാണ്. നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് ഏതെങ്കിലും ഒരു വിഷമഘട്ടത്തിലാണ് എങ്കിൽ പൂർണ്ണമായി ഭഗവാനിൽ വിശ്വസിക്കുക. ആ ചൈതന്യം നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാകും. വിഷ്ണുമായ സ്വാമിയെക്കുറിച്ചുള്ള ഈ വിവരങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്നാണ് ഞാൻ കരുതുന്നത്. അതുപോലെ തന്നെ വിഷ്ണുമായ സ്വാമിയെ പൂജിക്കുമ്പോൾ പോത്തിറച്ചിയും പോർക്കിറച്ചിയും ഒക്കെ കഴിക്കാതിരിക്കാനായിട്ട് ഒന്ന് ശ്രമിക്കുക. അദ്ദേഹത്തിന് വർജ്യങ്ങളായിട്ടുള്ള കാര്യങ്ങളിൽ ഒന്നാണ് അത്. ഉറച്ച വിശ്വാസത്തോടെ മാത്രം ഭഗവാനെ വിളിക്കുക. പരീക്ഷിക്കാനായി ഒരിക്കലും വിളിക്കാതിരിക്കുക. വിളിച്ചാൽ വെളിപ്പുറത്തുണ്ടാകുന്ന ചാത്തനാണ് പൊന്നുണ്ണി. വിശ്വസിച്ചാൽ കൂടെ ഉണ്ടാവും. എല്ലാ ആപത്തുകളിൽ നിന്നും എല്ലാ തടസ്സങ്ങളിൽ നിന്നും രക്ഷിക്കും.
ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഷെയർ ചെയ്യാനും മറക്കരുതേ. കൂടുതൽ ഭക്തി നിർഭരമായ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി. ഏവരെയും പൊന്നുണ്ണി വിഷ്ണുമായ സ്വാമി അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ നിർത്തുന്നു.